ഹലോ ഓൾ, ജെ എക്സാമിന് ഇനി 4 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഒരു സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളത്. ഇനി തുടങ്ങിയാൽ ജെ കിട്ടുമോ, IIT കിട്ടുമോ, NIT കിട്ടുമോ? ഈ ഒരു സംശയം നമുക്ക് ഇഷ്ടംപോലെ കുട്ടികളുടെ കമൻറ്റുകളായിട്ടും അതുപോലെ തന്നെ മെസ്സേജുകളായിട്ടും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെ എന്ന് പറയുന്ന ഒരു എക്സാം അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒരിക്കലും ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ വെറുതെ പോയി എഴുതി കഴിഞ്ഞാൽ അഥവാ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പോയി എഴുതിയാൽ കിട്ടുന്ന ഒരു എക്സാം അല്ല. അതിന് കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടും മാസങ്ങളുടെ പരിശ്രമം തന്നെയാണ് ശരിക്കും ജെ എക്സാമിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ കോമൺ ആയിട്ട് ആ ക്വസ്റ്റ്യൻ എപ്പോഴും മനസ്സിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു ചാനലിൻ്റെയും വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആൻസർ, വളരെ ഷോർട്ടായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരാൾക്കും നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല ഇന്ന് തുടങ്ങിയാൽ കിട്ടും, അല്ലെങ്കിൽ 5 മാസം കൊണ്ട് കിട്ടും, 3 മാസം കൊണ്ട് കിട്ടും എന്ന ഒരാൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഗ്യാരണ്ടിയും തരാൻ സാധിക്കില്ല. ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ പറ്റുന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ആൻസർ ഇല്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് ആ ഒരു കോളേജ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന സക്സസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. നമ്മൾ നമ്പേഴ്സിൻ്റെ ടേംസിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്താൽ നിങ്ങളെ കൊണ്ട് 97% എത്താൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താകും, നിങ്ങളുടെ റിസൾട്ട് അത് 96 ആകും, 95 ആകും, 94 ആവാൻ, ഇങ്ങനെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം നിർത്തിയിട്ട് എന്ത് ചെയ്യണം, ആസ് സൂൺ ആസ് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓഫ് കോഴ്സ് ഇതുവരെ ഒന്നും ചെയ്യാത്ത ഒരാൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ ഇനി 100% എത്തുമോ, 99% എത്തുമോ, NIT കാലിക്കറ്റ് എത്തുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധ്യത കുറഞ്ഞു വരികയാണ്. നിങ്ങൾ റിയലിസ്റ്റിക്കലി നിങ്ങൾ ചിന്തിക്കുക, ഇനിയുള്ള 4 മാസം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഏത് കോളേജ് ആവട്ടെ അല്ലെങ്കിൽ ഏത് സീറ്റ് ആവട്ടെ, അവിടേക്ക് എത്താനുള്ള സാധ്യത കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇല്ലാതാക്കാൻ പാടില്ല. അതിനുവേണ്ടി മാക്സിമം നേരത്തെ തന്നെ പരിശ്രമിച്ച് തുടങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. പല ആളുകളും ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടേയിരിക്കും. അതായത് ഇനിയിപ്പോൾ തുടങ്ങിയാൽ കിട്ടുമോ ഈ ഒരു ചിന്ത മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ബുക്ക് തുറന്ന് വെക്കുമ്പോഴും ഇതാണ് ആലോചിക്കുക, എക്സാമിൻ്റെ ഒരു റിസൾട്ട്, എക്സാം എഴുതാൻ പറയുമ്പോൾ ഇതാണ് ആലോചിക്കുക, എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്നുണ്ടെങ്കിലും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം, എക്സാംസ് എഴുതുന്നതാവട്ടെ, PYQs ചെയ്യുന്നത്, റിസൾട്ട് നോക്കുന്നത്, അതുപോലെ തന്നെ അനാലിസിസ് നടത്തുന്നതൊക്കെ ഈ ഒരു ലോങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഏറ്റവും ടോപ്പ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക്കലി ആലോചിച്ചുകൊണ്ട് അടുത്ത 4 മാസം അല്ലെങ്കിൽ 4+ ഏപ്രിലേക്കും കൂടെ നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 6-7 മാസമുണ്ട്. ഈ 7 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇഷ്ടംപോലെ അടിപൊളി എക്സാമിനേഷൻസ് ഉണ്ട്. IIT വരെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ 8 മാസത്തോളം സമയമുണ്ട്. ഈ 8 മാസം കൊണ്ട് മേ ബി നിങ്ങൾക്ക് IITയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. പക്ഷേ എന്നാൽ ഒരു IITയിൽ കയറി പറ്റുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ളൊരു ഡ്രീം ആയേക്കാം. അത് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇനി വരുന്ന 4 മാസം കൊണ്ട് നമ്മുടെ 80 ചാപ്റ്റേഴ്സ്, ഏകദേശം 80-85 ചാപ്റ്റേഴ്സ് ഉള്ളത്, അത് മുഴുവൻ ഒരാൾ ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാത്ത ചാപ്റ്റേഴ്സ് കുറച്ച് മാറ്റി വെക്കേണ്ടി വരും ഇനിയുള്ള 4 മാസങ്ങളിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇനി കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇത്തരത്തിൽ എക്സാംസിനെ കുറിച്ച് കുറച്ച് സമയം എടുത്തിട്ട് ആദ്യമേ മനസ്സിലാക്കിയിട്ട് ഓരോ സബ്ജക്റ്റിലും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കാം. ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന 15 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെ 15 × 3 45 ചാപ്റ്ററാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ഔട്ട് ഓഫ് 80-85 ചാപ്റ്റേഴ്സിൽ. ഈ 45 ചാപ്റ്റർ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഉറപ്പുവരുത്തുക. 4 മാസം അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി തുടങ്ങിയാൽ കിട്ടുമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഒരാളോടും ഒരു ലൈവിലും അല്ലെങ്കിൽ ഒരു കമൻറ്റിലും നിങ്ങൾ ചോദിച്ച് സമയം കളയാൻ പാടില്ല. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ നിമിഷം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ JEE ആസ്പിറൻ്റ് ആവട്ടെ, നീറ്റ് ആവട്ടെ, കീം ആവട്ടെ, നിങ്ങളുടെ ഡ്രീം ഏത് തന്നെ ആവട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാംസ് എപ്പോഴും കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്. ബാക്കിയുള്ള കുട്ടികൾ റിലാക്സ് ചെയ്ത് റീൽസ് കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് നടക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കുള്ളത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ സക്സസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് അടുത്ത 4 മാസം പ്ലസ് ഇനി അത് കഴിഞ്ഞിട്ടുള്ള 3-4 മാസം കൂടെ പ്രോപ്പറായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10-15ഓളം നല്ല എക്സാമിനേഷൻസും ഇഷ്ടം പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആയിരക്കണക്കിന് നല്ല ഗവൺമെൻറ് സീറ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം സെക്യൂർ ചെയ്യാൻ തീർച്ചയായിട്ടും പോസിബിളാണ്.